ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിസിക്കൽ മീഡിയ വ്ളോഗ്സ്. ഗൈസ്, അപ്പോൾ കുറച്ചധികം നാളുകൾ തന്നെയായി ഞാൻ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം വെരി വെരി സോറി ഗൈസ്. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലാക്ക് എന്ന മൂവിയുടെ എംപയർ ഡിവിഡൻഡ് റിലീസ് എങ്ങനെ ഉണ്ടെന്നൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കണ്ടൻറ്റ് ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അതുകൊണ്ട് ഇതാണ് മമ്മൂട്ടി മെയിൻ റോഡിലെത്തി രഞ്ജിത്ത് റിട്ടേൺ ആൻഡ് ഡയറക്റ്റ് ചെയ്ത ബ്ലാക്ക് ദ മാൻ ഫ്രം ഡാർക്ക്നെസ് എന്ന മൂവിയുടെ എംപയർ ഡിവിഡൻഡ് റിലീസ്. ലാൽ ക്രിയേഷൻസിൻ്റെ പ്രൊഡക്ഷനിൽ 2004 നവംബർ 10 ഈ പടം തിയേറ്ററിലെത്തിയത്. പിന്നെ ഗൈസ്, പ്രധാനമായി പറയേണ്ടത് ഈ പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് അമൽ നീരദാണ്. അതുകൊണ്ടൊക്കെയാകെ ഞാൻ ഈ പടം പണ്ട് കണ്ടപ്പോൾ തന്നെ ഐ ഫീൽ സംതിങ് സ്പെഷ്യൽ. ബട്ട് റീസൺ ഇത് മാത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ആക്ടിങ്ങിൻ്റെ മികവും ഡയറക്ഷൻ്റെ മികവും ഈ പടത്തിൽ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊരു DTS മിക്സിംഗ് ഉള്ള പടമായിട്ട് പോലും എംപയർ ഈ ഡിവിഡിന് ഡോൾബി ഡിജിറ്റൽ 5.1 എൻഹാൻസ്ഡ് ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഈ ഡിവിഡിയുടെ റേഞ്ച് ഒന്ന് ഡൗൺ ആയ പോലെ എനിക്ക് തോന്നിയത്. ബട്ട് ബാക്കി എല്ലാ ആസ്പെക്റ്റിലും ഈ ഐറ്റം കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. വീഡിയോ ടോപ്പ് നോച്ച് തന്നെയാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ എഡിഷൻ ഡിവിഡിന് എൻ്റെ MRP വന്നിരുന്നത് 325 രൂപീസിനായിരുന്നു. 99 രൂപീസിൻ്റെ പേപ്പർ കവർ എഡിഷനും വേറെ അവൈലബിൾ ആണ്. എംപയർ തന്നെ ഇറക്കിയിട്ടുള്ള ഡിവിഡിന് പാക്ഡ് ഡേറ്റ് 12 ജൂൺ 2006 ഡിവിഡിൻ്റെ കാറ്റലോഗ് നമ്പർ വരുന്നത് DVD 09 ആണ്. ഓവർസീസ് എഡിഷൻ ഇറക്കിയിട്ടുള്ളത് റാഫ ഇൻ്റർനാഷണൽ UAE ആണ്. കണ്ടൻറ് വൈസ് ഇതും അതും സെയിം തന്നെയാണ് ഗൈസ്. പിന്നെ ഇന്ത്യയിൽ എംപയർ തന്നെ VCD റിലീസും ചെയ്തിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ ഡിസ്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് ഇൻസൈഡ് ഡിസ്ക് വരുന്നത്. എനിക്ക് ഈ ഡിവിഡിൽ ഇത്രയേറെ ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ ഈ ഒരു എഡിഷനിൽ ഇവർ കൊടുത്തേക്കുന്ന ഡിസൈൻ ആൻഡ് ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ തന്നെയാണ്. പിന്നെ ഡെവിൻ കാർലോസ് പടവീടൻ എന്ന ലാല് ചെയ്ത ആ ഒരു ശക്തമായ വില്ലൻ ക്യാരക്ടറിൻ്റെ ഇമേജാണ് ഡിസ്ക് വയ്ക്കുന്ന ആ ഒരു പോർഷനിൽ എംപയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മമ്മൂട്ടിയുടെ ആ ഒരു പിക്ചർ തന്നെ നമ്മുടെ എംപയർ ഇറക്കിയിട്ടുള്ള 99 രൂപീസിൻ്റെ എഡിഷനുമായിട്ട് നല്ല സിമിലാരിറ്റി ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു 99 രൂപീസിൻ്റെ ആ ഒരു ഇമേജസ് നിങ്ങൾക്ക് കാണിക്കാം. ഇതാണ് ആ ഒരു എഡിഷൻ. ബട്ട് അതിൻ്റെ ഇൻസൈഡ് ഡിസ്കിൽ വരുന്ന പ്രിൻറ്റിംഗ് ഒക്കെ സെയിം തന്നെയാണ് രണ്ട് എഡിഷനിലും. ഇനി ഡിസ്കിലെ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ ഡോൾബി ഡിജിറ്റൽ 5.1 സറൗണ്ട് എന്നും DTS എന്നും വലിയ കാര്യത്തിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് വേറെ ഉടായ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് എംപയറിൻ്റെ ഒരു പ്രോപ്പർ റിലീസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഓഡിയോ ട്രാക്സ് ഡോൾബിയും DTSും നമുക്ക് പക്കയായിട്ട് തന്നെ ഇതിൽ അവൈലബിൾ ആയേനെ. ബട്ട് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അപ്പോൾ നിലവിൽ നമുക്ക് ഈ പടം ഡോൾബി ഡിജിറ്റൽ 5.1 EDC തന്നെയാണ് എല്ലാ ഹോം വീഡിയോസിലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് വളരെ ഡിസപ്പോയിൻറ്റിങ് തന്നെയാണ്. പിന്നെ ഈ DVD9 ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് അവൈലബിൾ ആണ്. DVD9 എക്സാക്ട് റണ്ണിങ് ടൈം വരുന്നത് 2 hours 9 minutes 54 seconds ആണ്. പിന്നെ ഡിസ്കിലെ കണ്ടൻറ്റ് ഫയൽ സൈസ് 6.90 GB വരുന്നുണ്ട്. പിന്നെ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ 75% വരെയുള്ള ദൈർഘ്യത്തിൽ ഇതിലെ നായകൻ തന്നെയാണ് വലിയ നെഗറ്റീവ് റോൾ ചെയ്യുന്നത്. ആ ഒരു സെനാരിയോയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ മമ്മൂക്ക് ചെയ്ത വളരെ വ്യത്യസ്തമായ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ബ്ലാക്കിലെ കാരിക്കാമൊരു ഷൺമുഖൻ എന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു മൂവി ഒടുക്കത്തെ റിപ്പീറ്റ് വാല്യൂ തരുന്നത്. പിന്നെ അമ്പലക്കര തെച്ചിക്കാവിലെ പൂരം എന്ന സോങ്ങിൻ്റെ റേഞ്ചും വൈബും ഒക്കെ എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. അന്യായം തന്നെയാണ്. അപ്പോൾ നിലവിൽ ഈ പടം Sun NXT OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ആ ഒരു വീഡിയോ ഗ്രേഡ് എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടെലിഗ്രാമിൽ തപ്പിയാൽ കിട്ടും. അതും ഇതുപോലെ ഈ ഒരു DVD9 ഒക്കെ റിപ്പ് തന്നെയായിട്ട് 2 GB 1 GB ഫയലൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ ഡിസ്കിലെ കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ ബെസ്റ്റ് വീഡിയോ സോഴ്സ് ഫോർ ദിസ് മൂവി ഈ DVD9 തന്നെയാണ്, അത് വേറെ ഇല്ല. സോ നേരെ നമുക്ക് കണ്ടൻറ്റിലോട്ട് പോകാം. ബെസ്റ്റ് വേൾഡ് മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയില്ലേ? പിന്നെ നമ്മൾ ശരിയാണ് മോനെ, ഇത്രയും ദൂരം വന്നത് തീട്ടം വെട്ടിയാൻ മുറിയാത്തൊരു പിച്ചാത്തിയിട്ട് ഇറങ്ങിയിരിക്കാണ് ഷൺമുഖനെ ക്ഷവരം ചെയ്യാൻ. എവിടെ വിലസിരുന്നെന്ന് എനിക്കറിയാം. നീ ആ റൂട്ടിൽ വരല്ലേ?
സ്റ്റേഷനിൽ ഷൺമുഖന്റെ പെരുമാറ്റച്ചട്ടമുണ്ട്. അനിയൻ അതിനകത്തുനിന്ന് കളിച്ചോണ്ടാ മതി. ഒരു ഫുൾ ബോട്ടിൽ 2 കോഴി പിരിക്കാ കൂടിയത്. ഇന്ന് കാലത്ത് ഈ വഴി പോയ ഷോർട്ട് കട്ടാണല്ലോ എന്ന് കരുതി തിരിഞ്ഞു. അപ്പോഴാ ശരി, ഇതുപോലുള്ള ഷോർട്ട് കട്ടുകളിൽ നമുക്ക് ഇനിയും കാണാം. എന്നെ കാണാൻ വേണ്ടി വഴിമാറി കൊമ്പന്മാരുടെ പൂരം എന്റെ എളിയിൽ കയറി ഇരുന്ന് പണി കൊടുക്കായിരുന്നല്ലേ. ഇയാളുടെ കെട്ടിറങ്ങിയില്ലേ, ഒന്ന് ഓടി വേർക്ക്. പടവീടൻ ഡെവിൻ കാർലോസ് പടവീടൻ. ശക്തികൾ തൂങ്ങി തൊട്ടില്ല, നീയൊന്നും മുന്നിൽ പോയി നിൽക്കില്ല. പിട്ടുക്ക് വിറയ്ക്കും. സ്കെച്ച് ചെയ്ത് കാർത്തിക്ക് വരഞ്ഞോളാം പിള്ളേര്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ടല്ലോ, പറഞ്ഞങ്ങോട്ട് ക്ലിയർ ചെയ്യാം. പിന്നെ പായമുള്ളണ ശീലം മാറാത്ത കിടാങ്ങളെ പോയി കണ്ടിട്ട് എന്ത് കുരിപ്പുകൾ എറിയാനാണ്. അവന്മാര് വലുതായി എന്റെ മച്ചാന്റെ മുകളിൽ. മയക്കുമരുന്നുകൾ എത്തിക്കുന്ന റാക്കറ്റിന്റെ നേതാവ് ഞാൻ ചെറുപ്പക്കാരുണ്ട്. കുട്ടികളെന്ന് തന്നെ പറയണം. 18-നും 22-നും ഇടയിൽ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും ഈ മൂവിയുടെ ഒറിജിനൽ കളർ ഗ്രേഡ് തന്നെയാണ് DVD അവർ യൂസ് ചെയ്തിരിക്കുന്നത്. സൺ ആൻഡ് നെക്സ്റ്റിയിലെ ഗ്രേഡ് എല്ലാം അറിയാമല്ലോ, അതെല്ലാം ഒരു ടെംപ്ലേറ്റ് പോലെയാണ്. എനിക്കത് വലിയ താല്പര്യമില്ല. അതെന്ത് ഭയങ്കര ഓവർ ഷാർപ്പനിങ്ങും ഭയങ്കര ഹൈലൈറ്റൊക്കെ കൂട്ടി എക്സ്പോഷറൊക്കെ കൂട്ടിയിട്ടേക്കുന്ന ഒരു ഫയലാണ് അതിൽ. അപ്പോൾ പടത്തിൻ്റെ ഒരു ഒറിജിനൽ ഗ്രേഡ് ഒരിക്കലും നമുക്ക് ഈ സൺ ആൻഡ് നെക്സ്റ്റ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോം OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇനിയുള്ള ടൈമുകളിലൊക്കെ ഒരു റീറിലീസിന് പഠിപ്പിക്കാൻ പറ്റി ഇക്കയുടെ മൂവീസിൽ 100% എലിജിബിൾ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ് ബ്ലാക്ക്. അപ്പോൾ ഡിലേ ആക്കാതെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരാം. ബൈ.